slowly. നമസ്കാരം സാർ. നമസ്കാരം. ഇവോക്കിന്റെ സ്റ്റേഷൻ അല്ലേ? അതെ സാർ, ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? കറക്റ്റ് നമ്മള് പത്തനാപുരം മൂവാറ്റുപുഴ മലയോര ഹൈവേ ആണ്. നമുക്ക് പത്തനാപുരത്ത് നിന്ന് വരുമ്പോ മ്ലാന്തളം ജംഗ്ഷൻ എന്ന് പറയും സ്ഥലപ്പേര്. മ്ലാന്തളം അതായത് വകയാറിനിപ്പുറം മുറിഞ്ഞാലിന് പുറപ്പുറം ഇടയ്ക്കാണ് കലഞ്ഞൂരിനിപ്പുറം. കലഞ്ഞൂരിൽ ഒരു 3 കിലോമീറ്റർ വരും. 3 ഇത്രേ ഉള്ളൂ. ഇത് ശബരിമല റൂട്ടല്ലേ? ഇത് ശബരിമല മെയിൻ റൂട്ടാണിത്. നമസ്കാരം സാർ, കാര്യങ്ങൾ ചോദിക്കട്ടെ. പിന്നെ ഇവോക്ക് എന്ന് പറയുന്ന ഈ സ്റ്റേഷൻ ഇവോക്കിന് തരാനുള്ള കാരണം എന്താണ്? കാരണം ഞാൻ പല കമ്പനിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ ഇവിയോക്കെയാണ് നല്ലതാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ 2 വർഷമായിട്ട് ഇവരുടെ ഇവിയൊക്കെ പലയിടത്തും വർക്കാവുന്നുണ്ട്. എങ്ങും കംപ്ലൈന്റ് ഒന്നും കേട്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഇവോക്കിന്റെ സ്റ്റേഷനിൽ 1-2 പ്രത്യേകതകളും കൂടെ പറയാം. അതായത് ഏകദേശം ഒരു 13 ആപ്ലിക്കേഷൻ നമ്മുടെ സ്റ്റേഷനിൽ ഉപയോഗിക്കും. ഒന്ന്, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു കമ്പനിയാണ് ചാർജ് മോഡ്. ആ ചാർജ് മോഡിന്റെ സ്റ്റേഷന്റെ ആപ്പ് നമ്മുടെ ഇവോക്കിൽ ഉപയോഗിക്കാം. ഇവോക്കിന്റെ ആപ്പ് തനതായിട്ട് ഉപയോഗിക്കാം. അത് കൂടാതെ ചാർജ് സോൺ ഉപയോഗിക്കാം, സ്റ്റാറ്റിക് ഉപയോഗിക്കാം, ഇലക്ട്രിഫൈ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ BMW, ബെൻസ് പോലുള്ള കമ്പനികളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഉപയോഗിക്കാം. അതെല്ലാം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞായിരുന്നു. അതാണ് നമ്മുടെ ഈ സ്റ്റേഷന്റെ ഒരു പ്രത്യേകത. ഇപ്പം വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സ്റ്റാറ്റിക് ആയിരിക്കും കൂടുതൽ. അവർക്ക് 10 ലക്ഷം കസ്റ്റമറാണ് സ്റ്റാറ്റിക്കിന്. അപ്പൊ ആ ആള് ഇവിടെ വരുമ്പം ഈ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ആപ്പ് കൊണ്ട് നമ്മുടെ സ്റ്റേഷനിൽ ഉപയോഗിക്കാം. അപ്പൊ അവർക്ക് ഇവിടെ വന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് പൈസ ഇട്ട് കുറച്ച് ചാർജ് ചെയ്തിട്ട് ബാക്കി ഡെഡ് മണി ആയിട്ട് അതിൽ കിടന്നിട്ട് പിന്നെ അവര് ഇങ്ങോട്ട് തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ പോയി. അപ്പൊ അതേപോലെ ഒരു നല്ലൊരു ഇതാണ് നമ്മുടെ ഇവോക്കിന്റെ ആ ഒരു സ്റ്റേഷന്റെ ഒരു പ്രത്യേകത. അതെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മളിപ്പോ 160 കിലോവാട്ടിന്റെ ട്രാൻസ്ഫോമറാണ് വെച്ചേക്കുന്നത്. 120 കിലോ വാട്ട്സിന്റെ മെഷീനാണ് വെച്ചേക്കുന്നത്. കണക്ഷൻ കിട്ടിയേക്കുന്നത് 90 കിലോ വാട്ട്സിന്റെ ആണ്. ഒരു മാസത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് 120 കിലോ വാട്ട്സിന്റെ ആക്കും. കസ്റ്റമറിന് വേണ്ടിയുള്ള ലോഞ്ചാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. റെസ്റ്റ് റൂമാണ്. പിന്നെ ഇത് താഴെ റെസ്റ്റ് റൂമാണ്. പിന്നെ ടോയ്ലറ്റ് എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. അകത്ത് വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാം. ഇവിടെ വരുന്ന കസ്റ്റമറിന്റെ പ്രത്യേകത, ഇവിടെ അടുത്ത് തന്നെ ഒരു നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട്. കർഷക സ്ത്രീ അവരുടെയാണ് നടത്തുന്ന നാടൻ ഫുഡാണ്. കാച്ചില്, ചേമ്പ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്. ലഞ്ചിന് നല്ല ഫുഡാണ്. നമ്മുടെ നാടൻ ഫുഡാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ഇവിഒക്കെയുടെ 65ാമത്തെ സ്റ്റേഷനാണ്. ഇവോക്കിന് സ്ലോ ചാർജും ഫാസ്റ്റ് ചാർജും ആയിട്ട് 130ഓളം പോയിന്റുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇവോക്കിന്റെ സ്റ്റേഷനുണ്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്റ്റേഷനിൽ വന്ന് ചാർജ് ചെയ്യാം. കസ്റ്റമർ സപ്പോർട്ട് കൂടാതെ ഇവിടെ എൻ്റെ നമ്പർ ഉൾപ്പെടെ ഇതിനകത്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെന്നെ വിളിക്കുന്നുണ്ട്. ഇവോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവോക്കിന്റെ സ്റ്റേഷനിൽ ആരും വന്നിട്ട് നിരാശയായിട്ട് പോകേണ്ടി വന്നിട്ടില്ല. വണ്ടിയുടെ കംപ്ലൈന്റ് അല്ലാത്ത എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടിയുടെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ആയാൽ പോലും അത് പരിഹരിച്ച് ഇവോക്കിന്റെ സ്റ്റേഷനിൽ ഇവോക്ക് ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. കസ്റ്റമർ എല്ലാം ഹാപ്പിയാണ്. നമ്മൾ എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കും. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അതാണ് ഇവോക്കിന്റെ ഒരു സ്റ്റേഷന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇതിന്റെ കമ്പനിയുടെ MD എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഇവോക്കിന്റെ ഒരു സ്റ്റേഷൻ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റേഷൻ ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം പ്രതീക്ഷിക്കാം. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളോ ഓഫറുകളോ ഒന്നും ഞങ്ങൾ തരുന്നില്ല. പക്ഷേ ഞങ്ങൾ സത്യസന്ധമായി എന്നും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്.